ചെണ്ടമ്മു സിമ്പിൾ ഗൈസ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രണ്ട് എക്സ്കാവേറ്റേഴ്സ്, അതായത് രണ്ടിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം വൈറ്റ് ആയിരുന്നു, ഇത് പിന്നെ നമ്മൾ ഹിറ്റാച്ചി നമ്മുടെ ടാറ്റയുടെ എക്സ്കാവേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. ആദ്യം നമ്മുടെ ക്യാബലൈറ്റിൻ്റെ വൈറ്റ് കളറ് എക്സ്കാവേറ്റർ ആയിരുന്നു കേട്ടോ, അത് ഹൈഡ്രോളിക്. ഓക്കെ, ഇത് നമ്മുടെ പുതിയ ഇലക്ട്രിക്. ഇതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തത്. അത്യാവശ്യം കീടിലം ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇവന്മാരിൽ രണ്ടുപേരിലും ആരാണ് ബെറ്റർ? രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. കുറച്ചും കൂടി പൊടിക്കൊരു തലക്കനം നമ്മുടെ ഹൈഡ്രോളിക്കിനുണ്ടെന്ന് തോന്നുന്നു, പൊക്കം, ആ ഒരു ബൂം സൈസ്. പക്ഷേ ഓൾമോസ്റ്റ് നമ്മുടെ സൈസും ബാക്കി ഇത് കാര്യങ്ങളെല്ലാം സെറ്റാണ്, സെയിമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കളർ അടിച്ചിട്ടുള്ള ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ എക്സ്കാവേറ്റർ. ഇതെങ്ങനെയുണ്ട്, ഈ ഒരു കളർ എങ്ങനെയുണ്ട്? നമ്മുടെ ടാറ്റ ഹിറ്റാച്ചിലോട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ. ഓക്കെ, വൈറ്റ് ആയിരുന്നു. വൈറ്റിൽ ഒരു അത്ര രസം എനിക്ക് തോന്നിയില്ലായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഈ ഒരു കളറല്ലേ ബെറ്റർ ഗൈസ്? ഇതും ഈ ഒരു യെല്ലോ എന്ന് തോന്നുന്നു ബെറ്റർ അല്ലേ? പിന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു ഇത് പെയിൻറ്റൊക്കെ ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഈ സാധനമൊക്കെ കംപ്ലീറ്റ് അഴിച്ച് സ്ട്രിപ്പ് ചെയ്ത് ഇത് സെപ്പറേറ്റ് ആക്കി, ഇത് സെപ്പറേറ്റ് ചെയ്ത്, അത് സെപ്പറേറ്റ് ചെയ്ത്, അങ്ങനെ കുറച്ചധികം പണിയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നു ഗൈസ്. ഓക്കെ, നമ്മുടെ RM കസ്റ്റം വർക്ക്സ് ആണ് നമ്മുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം. നിങ്ങളുടെ RCs ഒക്കെ പെയിൻറ്റിങ് കസ്റ്റം വർക്ക്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ RM കസ്റ്റം വർക്ക്സ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്പർ ഞാൻ കൊടുത്തേക്കാം. സോ അപ്പോൾ നമ്മളെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും രണ്ടും നമ്മുടെ എക്സ്കാവേറ്റർ, അതായത് ഇലക്ട്രിക്കിൽ തന്നെ ഏറ്റവും ടോപ്പ് 1 ആണ് ഈ ഇരിക്കുന്ന ഹുയിനേൻ്റെ 1599 എന്ന് പറയുന്നത്. ഇതിൻ്റെ വില എന്ന് തന്നെ പറയുന്നത് ഓൾമോസ്റ്റ് ഇവിടെ ഇന്ത്യൻ കോസ്റ്റ് വരുന്നത് തന്നെ 1.5 ലക്ഷം രൂപയാണ്. ഈ ഒരു നമ്മുടെ 1.5 ലക്ഷം രൂപയോളം വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ മേടിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൽ കൂടാം. ഓക്കെ, പിന്നെ നമ്മുടെ ഇതിൻ്റെ റേറ്റ് അറിയാമല്ലോ. ഓൾമോസ്റ്റ് ഇപ്പോൾ 2 ലക്ഷം അതിൻ്റെ ഇടയിലായിരിക്കാം നമ്മുടെ ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്, നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ. ഓക്കെ, മൊത്തം ലക്ഷങ്ങളുടെ കളിയാണ് ഗൈസ്. അയ്യോ, നമ്മുടെ റിമോട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാം. മൊത്തം ലക്ഷങ്ങളുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് കൊടുക്കാത്ത വിലയാണ്, അതാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് നമ്മളെ പരിപാടിയല്ല. സോ ഇതാണ് നമ്മൾ ബാറ്ററി ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തും ബാറ്ററി സെയിം കമ്പനി ബാറ്ററി തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വേറെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സെയിം 7.4 വോൾട്ട് 7.4 വോൾട്ട്. അപ്പോൾ ഇതിൽ ഇവന്മാർക്ക് ആർക്കാണ് പവർ കൂടുതൽ? പക്ഷേ പവറിനേക്കാൾ ഉപരി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഫീലില്ലേ, നമ്മളൊരു റിയൽ എക്സ്കാവേറ്ററിൻ്റെ ഒക്കെ ആ ഒരു ഫീലില്ലേ, ആ ഒരു സാധനം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ഹൈഡ്രോളിക്കിലാണ്. കാരണം ഹൈഡ്രോളിക്കാണ് കുറച്ചും കൂടെ സ്പീഡ്. അത് ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോൾ കാണിച്ചു തരാം. നമുക്കിതിപ്പോൾ നമ്മുടെ കണ്ടോ, ഈ ഒരു സ്പീഡ് കണ്ടോ? ഉണ്ടോ? ഇതിപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ഇങ്ങനെ ഇടിക്കണം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ ഹൈഡ്രോളിക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, കണ്ടോ, ഇതാണ് ഈ സ്പീഡ്. ഈ ഒരു സ്പീഡ് നമുക്ക് കിട്ടിയാലാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മളാ ഒരു കൺട്രോളിങ്ങിലൊക്കെ നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മളൊരു മണ്ണിലൊക്കെ പോയി ഇങ്ങനെ പ്ലേ ചെയ്യുന്ന നേരത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമ്മുടെ ഹൈഡ്രോളിക് തന്നെ ആയിരിക്കും. കണ്ടോ, ആ ഒരു സ്പീഡ് കണ്ടോ? നമ്മുടെ ബക്കറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്പീഡ് നോർമൽ എക്സ്കാവേറ്ററിന് കാണുന്ന സ്പീഡ് തന്നെ, പക്ഷെ കുറച്ചും കൂടെ അധികം നമുക്ക് എന്താ പറയുക, ഉണ്ടോ, ഏറ്റവും കൂടുതൽ സ്പീഡ് ഇതിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് പിന്നെ ഇതിനകത്ത് നമുക്കിത് പുതിയൊരു മോഡലായതുകൊണ്ട് ഇതിൻ്റെ ബക്കറ്റ് സൈസ് ഇവന്മാർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് സൈസ് ഇത് കുറച്ച് വലുതാണ് ഇതിനേക്കാളും, കണ്ടോ, ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ് നമ്മുടെ ഈ ഒരു ബക്കറ്റ് സൈസ്. പിന്നെ മെയിൻ വേറെ മറ്റേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്കിത് ഹൈഡ്രോളിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കൺവേർട്ടിങ്ങിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം സ്പേസും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ബൂം, ഇത് ഒരെണ്ണം സെപ്പറേറ്റ് നമുക്കിത് മേടിക്കേണ്ടി വരും. അതായത് ഹൈഡ്രോളിക്കിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സെറ്റ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 70,000-75,000 രൂപ വരും അതിന്, ആ ഒരു സെറ്റിന്. അതായത് ഈ ഒരു ബൂമും പിന്നെ നമ്മുടെ ഈ ഹൈഡ്രോളിക്കിൻ്റെ മോട്ടറും പിന്നെ അതിൻ്റെ കൺട്രോൾസും സെറ്റപ്പ് യൂണിറ്റ്സ് എല്ലാം കൂടെ നമുക്ക് ആ ഒരു കോസ്റ്റ് വരുമായിരിക്കും. അത് നമ്മൾ നേരെ ഇതിലോട്ട് എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു സെയിം സ്പീഡ് തന്നെ നമുക്ക് ഇതിൽ കിട്ടും. സോ നമുക്ക് പതിയെ നമുക്ക് ഹൈഡ്രോളിക്കിലോട്ട് മാറ്റാം. പിന്നെ ഹൈഡ്രോളിക്കിലോട്ട് മാറ്റിയുള്ള പ്രശ്നം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെയിൻലി അറിയാലോ, ഇതിൻ്റെ ഓയിൽ ലീക്ക് ഗൈസ്, ഇതിൻ്റെ പൈപ്പ് ലീക്ക്. ഈ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യാനുണ്ടല്ലോ തല പുകയും. സംഭവം സ്പീഡാണ്, പൊളിയാണ്, സെറ്റാണ്. പിന്നെ ആകെയുള്ള കുഴപ്പം ആ പൈപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. പൈപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിരുന്നു, ഇതായിരുന്നു പൈപ്പ്. ഓക്കെ ഗൈസ്, പിന്നെ മെയിൻലി എല്ലാം മെറ്റലാണ്, എല്ലാം ഭയങ്കര മെറ്റൽ, ഭയങ്കര ക്വാളിറ്റിയാണ്. ഈ സാധനമൊക്കെ ഉണ്ടോ, ഇത് നമ്മുടെ കയ്യിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ കൈ ഉറപ്പായിട്ടും ചതയും, അമ്മാതിരി രീതിയാണ്. കാരണം സെയിം വെയിറ്റാണ് ഇതിന് വരുന്നത്, ഇതിൻ്റെ തന്നെ വെയിറ്റ് തന്നെയാണ് നമ്മുടെ ഇതിന് വരുന്നത്. ഒരു 2 ഭീകരന്മാരാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എത്ര kg, ആരാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് വലിക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് താഴെ ഒരു വെയിറ്റ് വെച്ചിട്ട് നമുക്ക് ഇവന്മാരെ കൊണ്ട് പൊക്കിക്കാം. ആരാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് വലിക്കുന്നത്, ഹൈഡ്രോളിക് ആണോ നമ്മുടെ ഇലക്ട്രിക് ആണോ എന്നുള്ളൊരു കാര്യം നോക്കാം. ഏതിനാണ് പവർ കൂടുതൽ നോക്കാം. ഓക്കെ, ഡംബിൾസ് കണ്ടല്ലോ, ഈ സാധനം കണ്ടല്ലോ, ഇതാണ് നമ്മൾ ഇവന്മാർക്ക് കൊടുക്കാൻ പോകുന്ന ടാസ്ക്. ഇത് 2 എണ്ണം ഉണ്ട്, ഇത് ആദ്യം ഒരെണ്ണം പൊക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം നമുക്കിത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ 2 kg ആണ് ഇതിപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 2 kg പൊക്കമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഓ ഗൈസ്, 2 kg ഒക്കെ സിമ്പിളാട്ടോ ഇതിന്. ഇതൊക്കെ ഇതത്ര ബുദ്ധിമുട്ടിയൊന്നും അല്ല വലിക്കുന്നത്, ഇതൊക്കെ സ്പീഡിൽ കൊണ്ടുപോകും. ഇതുണ്ടോ, 2 kg സിമ്പിളാണ് ഗൈസ്. ഇനി നമുക്കിത് ഇവന് ഈ ടാസ്ക് കൊടുത്ത് നോക്കാം. 2 kg നമ്മുടെ ഇലക്ട്രിക്കിന് എങ്ങനെ ഉണ്ടാവും നോക്കാം. രണ്ട് kg എന്ന് പറഞ്ഞാൽ ഗൈസ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, വിചാരിക്കുന്നതല്ല. കാരണം നമ്മുടെ ഈ എക്സ്കവേറ്ററിനെ വെച്ച് നോക്കാൻ നേരത്ത്. ഓക്കെ, നമുക്കപ്പോൾ ഇവനിൽ ടെസ്റ്റ് അടിക്കാം. ഓ, അതും സിമ്പിൾ ഗൈസ്. അപ്പോൾ 2 പേരും സക്സസ്ഫുള്ളി 2 kg അങ്ങ് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ 4 kg ആണ് ഗൈസ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. 4 kg നമുക്ക് ലിഫ്റ്റ് ചെയ്ത് നോക്കാം. സിമ്പിൾ ഗൈസ്, നോക്ക്, 4 kg ആണ് നമ്മുടെ ഹൈഡ്രോളിക് എക്സ്കവേറ്റർ പൊക്കി വെച്ചേക്കുന്നത്. ഒരു കുഴപ്പമില്ല, സിമ്പിളായിട്ട് വെയിറ്റ് എടുക്കുന്നുണ്ട്. ഓ സെറ്റ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഇലക്ട്രിക്കിലോട്ട് വെച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഇലക്ട്രിക്കിൽ 4 kg വെച്ചേക്കാണ്, നോക്കാം. ഓ സിമ്പിൾ ആണോ, സ്പീഡിൽ തന്നെ സാധനം വലിക്കുന്നുണ്ട്. ഓ ഗൈസ്, ഇവന്മാരെ കൊണ്ട് ഇനിയിപ്പോൾ 4 kg മേലെ വലിപ്പിക്കണമല്ലോ. ഇതൊക്കെ ഇവന്മാരെ സിമ്പിളായിട്ട് വലിച്ചു. 4 kg എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 4 kg നമുക്കെടുത്ത് നോക്കുമ്പോൾ ഒന്നും അല്ലായിരിക്കും, പക്ഷേ ഈ എക്സ്കവേറ്ററൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വെയിറ്റ് കാണും. എന്താ ഭംഗിയല്ലേ എക്സ്കവേറ്ററിൻ്റെ. ഒരു രക്ഷയില്ല. ഈ എക്സ്കവേറ്ററിൽ നമ്മൾ ഭയങ്കര അഡിക്ഷൻ ആയി കഴിഞ്ഞാണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഞാൻ നിങ്ങളടുത്ത് പറയുവാണെങ്കിൽ മേടിക്കുവാണെങ്കിൽ നോക്കി കണ്ടൊക്കെ മേടിക്കണം. കാരണം ഇത് മേടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചാറ മേടിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഇതിൻ്റെ കുഴപ്പം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഡൗൺ, ഭയങ്കരമായിട്ട് താഴെ
താഴത്തോട്ട് ഇവന്മാർക്ക് പോകാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഈ എക്സ്കാവേറ്ററിൻ്റെ മാക്സിമം ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്കാവേറ്ററിൻ്റെ മാക്സിമം ഡൗൺ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടല്ലോ, ഈ ലെവൽ വരെ, ഇത്രയും ലെവൽ വരെ താഴും. മറ്റവൻ എന്തോരം താഴും നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇലക്ട്രിക് എന്തോരം താഴും നോക്കാം. ഓക്കെ, ഇനിയാണിത് വ്യത്യാസം, മെയിൻ വ്യത്യാസം. അതായത് നമ്മുടെ ഇലക്ട്രിക് തന്നിരിക്കുന്ന ഭാഗം കണ്ടല്ലോ, ഇത്രയാണ് ഇലക്ട്രിക്കിനെ കൊണ്ട് താഴാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഹൈഡ്രോളിക്ക് നിൽക്കുന്ന നിപ്പ് കണ്ടോ, ആ ഒരു ലെവൽ കണ്ടോ, മാക്സിമം അങ്ങ് താന്ന്. നമ്മുടെ ഇലക്ട്രിക്ക് നിൽക്കുന്നുണ്ടല്ലോ, ഹൈഡ്രോളിക്ക് നിൽക്കുന്നുണ്ടോ, അതാണ് വ്യത്യാസം. അത്രയും ലെവലിൽ താഴത്തിൽ മണ്ണ് മാന്തി എടുക്കാൻ പറ്റും നമ്മുടെ ഹൈഡ്രോളിക്കിന് ഗൈസ്. അതാണ് നമ്മുടെ ഹൈഡ്രോളിക്. പിന്നെ വരുന്നൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൂം മാക്സിമം നമുക്ക് എത്ര മടക്കാൻ പറ്റും, എത്ര ഇത് കണ്ടോ, നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ ആ ഒരു ബൂം നമുക്ക് ഈ ഒരു ലെവലിലാണ് മടക്കി വെക്കാൻ പറ്റുന്നത് കണ്ടോ, ഈ ഒരു ലെവലിൽ. ഇനി നമ്മുടെ ഹൈഡ്രോളിക് നമുക്ക് നോക്കാം എത്ര രീതിയിൽ നമുക്ക് അത് ഫോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കേസ്. കണ്ടല്ലോ, മാക്സിമം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആദ്യം തന്നെ വ്യത്യാസം കാണാൻ പറ്റും. നമ്മുടെ ഹൈഡ്രോളിക് നല്ല രീതിയിൽ ഈ ഒരു മെയിൻ ബൂം ബെൻഡായിട്ടുണ്ട്. ഇതിൻ്റെ ലിമിറ്റ് ഇത്രയാണ്. പിന്നെ നമ്മുടെ ബക്കറ്റ് കണ്ടോ, ഈ ബൂം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബക്കറ്റ് ഇതിവിടെ മുട്ടുന്ന രീതിയിൽ വരെ മടങ്ങിയിട്ടുണ്ട്. ഇത് അങ്ങനെ മുട്ടിയിട്ടില്ല, ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വേറൊരു വ്യത്യാസമാണ്. വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഹൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ലെവലാണ്. നമ്മുടെ ഹൈഡ്രോളിക് ഹൈറ്റ് ചെയ്യും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവൽ വരെ പോകും നോക്കാം. കുറച്ച് കയറ്റി വെക്കാം, അല്ലെങ്കിൽ ഓക്കെ. എൻ്റെ അമ്മോ ഗൈസ്, നമ്മുടെ ഹൈഡ്രോളിക്ക് നിൽക്കുന്ന നിപ്പ് നോക്ക്, നമ്മുടെ ഇലക്ട്രിക്ക് നിൽക്കുന്ന നിപ്പ് നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഇവന്മാരുടെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എങ്ങനെ വേണമെങ്കിലും കൈയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് മറിഞ്ഞ് ശരിക്കും എക്സ്കാവേറ്ററൊക്കെ കാണിക്കുന്ന പോലെ കാണിക്കും നമ്മുടെ ഈ ഹൈഡ്രോളിക്ക്. അതാണ് അവൻ്റെ ഗുണം. പിന്നെ ഇലക്ട്രിക്കിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത്രയും ഈ ഒരു ഹൈറ്റ്, ഈ ഒരു ഗ്യാപ്പും കണ്ടോ, അപ്പോൾ അത്രയും ആംഗിളിൽ നമ്മുടെ ഹൈഡ്രോളിക് നിൽക്കും. കാരണം ഇനിയും നിൽക്കും. ബാക്കിൽ നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ ബാക്ക് ബോഡി മുട്ടിയിട്ടാണ് അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു മെയിൻ വ്യത്യാസമാണ് ഗൈസ്. അപ്പോൾ എന്തുകൊണ്ടും ഏറ്റവും ബെറ്റർ ഹൈഡ്രോളിക്കാണെന്നിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആകെ ആ പൈപ്പ് ലീക്കും കാര്യങ്ങളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ ഈ ഹൈഡ്രോളിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള വ്യത്യാസം, ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ സംഭവം ഇവനാണ് അടിപൊളി. പക്ഷെ നമ്മളിനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഇലക്ട്രിക്കിനെ നമ്മൾ ഹൈഡ്രോളിക്കിലോട്ട് കൺവേർട്ട് ചെയ്യും പതിയെ. പക്ഷെ ആ സൗണ്ട് കേട്ടോ, കറക്റ്റ് ആ ചെയിൻ്റെ ആ സൗണ്ട് കേട്ടോ നിങ്ങൾ. ശരിക്കും ആ എക്സ്കാവേറ്റർ ഈ പാറമടയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കേൾക്കുന്ന ആ സൗണ്ടില്ലേ, ആ സാധനം തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ മെയിൻലി നമ്മുടെ ഈ രണ്ട് എക്സ്കാവേറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് പറയാനുള്ളത്. ലൈറ്റ് ഫങ്ഷൻസ് ഉണ്ട് ഇതിനും, അതേപോലെ ലൈറ്റ് ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് സൗണ്ട് ഉണ്ട്, സൗണ്ട് ഫങ്ഷൻ സെപ്പറേറ്റ് ഉണ്ട്. ഇതിന് ആ ഒരു സൗണ്ട് ഫങ്ഷൻ ഇല്ല. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ
ആ ഒരു ഡിഫറൻറ്റ് പിന്നെ വേറെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൈറ്റ്സ് ഇവിടെ ബൂമിൽ മാത്രമേ ഉള്ളൂ. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ മെയിൻ നമ്മുടെ ക്യാബിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെങ്ത് സൈസ് കാര്യങ്ങളൊക്കെ സെയിം. പക്ഷേ ഈ ഒരു സൈസില്ലേ, ഈ നമ്മുടെ ഈ മെയിൻ ബോഡി അത് കുറച്ച് ചെറുതാണ്. ഇത് അതിനേക്കാളും കുറച്ചുകൂടി വലുതാണ്. കണ്ടോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് രണ്ടും ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ബോഡിക്ക് കുറച്ച് വലുതാണ്. പിന്നെ എല്ലാ സാധനവും മെറ്റലാണ് ഗൈസ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് പുറത്തൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മുടെ ഡം ട്രക്ക് ഉപയോഗിച്ചിട്ട് വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഡം ട്രക്ക് വേറെയൊക്കെ വരാനുണ്ട് ഗൈസ്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ മെയിൻലി ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആയിരുന്നു ഇന്ന് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ പോട്ടെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.